സ്നേഹവന്ദനങ്ങൾ പ്രിയുള്ളവർ. പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. 2 ദിവസം മുമ്പുണ്ടായ ഒരു സംഭവമാണ് ഞാൻ മാറ്റിവെച്ചിരുന്ന ഒരു സംഭവം. പാഠഭേദം ചെയ്യുമ്പോൾ ഇപ്പോൾ ഒത്തിരി കെയർഫുള്ളാണ്. കാരണം സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ കമൻറ്റുകൾ പറയുന്ന ഒരു ബിബ്ലിക്കൽ കമൻട്രി ആണല്ലോ പാഠഭേദം. അപ്പോൾ തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങൾ സൂക്ഷ്മതയോടെയാണ് തിരഞ്ഞെടുക്കുന്നത്, ദൈവിക നിയോഗം പ്രാപിച്ചാണ് തിരഞ്ഞെടുക്കുന്നത്. 2 ദിവസം ഒരു ദൈവിക നിയോഗത്തിനായി മാറ്റിവെച്ച സബ്ജക്റ്റ്. ഇന്ന് അസാദിയുടെ ഒരു പ്രേക്ഷകൻ അതേ വാർത്ത എനിക്കിട്ടു തന്നു. ആ വാർത്തയോടൊപ്പം കൊടുത്തിരുന്ന ഒരു സെൻറ്റൻസ് ഇങ്ങനെയാണ്: എന്നും നെഗറ്റീവ് വാർത്തകൾ കേൾക്കുന്ന കേരളത്തിൽ നിന്ന് ഒരു പോസിറ്റീവ് വാർത്ത. ഞാൻ തിരിച്ച് മറുപടി കൊടുത്തു. ഇന്ന് ഞാൻ പാഠഭേദത്തിൽ ചെയ്യാനിരിക്കുന്ന സബ്ജക്റ്റാണ്. താങ്ക് യു പറഞ്ഞിട്ടു. അപ്പോൾ സംഭവം നമ്മുടെ കിഴക്കേക്കോട്ട ഉണ്ടായൊരു ബസ് അപകടം. ആ ബസ് അപകടത്തിൽ ഒരു സ്ത്രീ പരിക്കേറ്റു. ആ പരിക്കേറ്റ സ്ത്രീയുടെ വസ്ത്രങ്ങൾ ഒക്കെ അപകടത്തിൽപ്പെട്ട് കീറിപ്പോയി. എന്നാൽ ആ ഏരിയയിൽ ചായ വിൽക്കുന്ന ഒരു ഷാജിയേട്ടൻ അദ്ദേഹത്തിൻ്റെ ഉടുമുണ്ട് അഴിച്ചു നൽകി ആ സ്ത്രീയെ മറയ്ക്കുവാൻ തയ്യാറായി. 2 ദിവസം കൊണ്ട് ഈ ഷാജിയേട്ടൻ അങ്ങ് ഒത്തിരി വൈറലായി, ഒരു സോഷ്യൽ മീഡിയ സെൻസേഷനായി മാറാനിടയായി തുടങ്ങി. ഷാജിയേട്ടനെ അനുമോദിക്കണ്ടേ? നിശ്ചയമായിട്ടും അനുമോദിക്കണം. പാഠഭേദത്തിലൂടെ ആദ്യം തന്നെ ഈ ഷാജിയേട്ടനെ അനുമോദിക്കുകയാണ്. ഷാജി എന്ന പേരിനൊരു പ്രത്യേകതയുണ്ട്. ഈ പേര് കേട്ടാൽ ആള് ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്നൊന്നും തിരിച്ചറിയത്തില്ല. കാരണം ഈ വിഭാഗങ്ങളിലൊക്കെ ഷാജി എന്ന പേരുള്ള ആളുകളുണ്ട്. അപ്പോൾ ഷാജിയേട്ടൻ്റെ മതമല്ല നമ്മൾ അന്വേഷിക്കുന്നത്, ഷാജിയേട്ടൻ്റെ ഒരു നല്ല പ്രവൃത്തിയാണ് നമ്മൾ ഇവിടെ അന്വേഷിക്കുന്നത്. അതിനെയാണ് നമ്മളൊക്കെ കൈയടിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഈ കാലഘട്ടത്തിലെല്ലാം മതം നോക്കി മതത്തിൻ്റെ ഒരു കണ്ണിലൂടെ മാത്രം കാണുന്ന ഒരു കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആളുകൾ ചിന്തിക്കത്തുള്ളല്ലോ, ആസാദിയിൽ പാഠഭേദത്തിൽ ഷാജിയേട്ടൻ എന്തിനാണ് ഒരു വാർത്താ കഥാപാത്രമായി വരുന്നത് എന്ന് ചിന്തിക്കാതിരിക്കാൻ വേണ്ടി മുൻകൂർ ജാമ്യമെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കേരളത്തിൽ മാത്രം ഒരുപക്ഷെ കാണുവാൻ കഴിയുന്ന കാഴ്ചകളാണ് ഇത്തരം കാഴ്ചകൾ. മറ്റെങ്ങും നടക്കത്തില്ലെന്നൊന്നുമല്ല. പക്ഷെ മറ്റു പലയിടത്തും ഈ അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മോഷണം വരെ നടന്ന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വലിയ ട്രെയിൻ അപകടങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ആ സ്ഥലത്ത് രക്ഷാപ്രവർത്തകരെന്ന പേരിൽ വന്ന് ആഭരണങ്ങൾ ഉൾപ്പെടെ മോഷ്ടിച്ചു കൊണ്ടുപോയ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെയാണ് കേരളത്തെ വ്യത്യസ്തമാക്കുന്നത്. അവിടെയാണ് ഷാജിയേട്ടൻ അവരെപ്പോലുള്ളവർ നമ്മുടെ നാടിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ തന്നെ അടയാളമായി മാറുന്നത്. ഇത് കേട്ട കൂട്ടത്തിൽ തന്നെ ഉത്തരഭാരതത്തിൽ നിന്ന് ഒരു വാർത്ത കിട്ടും. അതാണ് പാഠഭേദം ചെയ്യുവാനുള്ള പ്രധാനപ്പെട്ട കാരണം. വാർത്ത ഇങ്ങനെയാണ്: മാമ്പഴവുമായി വന്ന ട്രക്ക് മറിഞ്ഞ് പരിക്കേറ്റവരെ തിരിഞ്ഞു നോക്കാതെ ജനക്കൂട്ടം മാമ്പഴവുമായി കടന്നു. അങ്ങ് പശ്ചിമ ബംഗാളിൽ നിന്ന് ഒരു ഭാര്യയും ഭർത്താവും മാമ്പഴമൊക്കെ നിറച്ച് ബീഹാറിലേക്ക് ട്രക്കുമായി വരികയാണ്. മുസാഫർപൂരിലേക്കുള്ള ട്രക്കിൽ വഴിയാത്രയിൽ അപകടം സംഭവിച്ചു. ബീഹാറിൽ വെച്ച് അജയ് പാസ്വാൻ എന്നാണ് ആ ഭർത്താവിൻ്റെ പേര്. അപകടത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നാണ് വാർത്ത പറയുന്നത്. ഭാര്യയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ട്രക്ക് മറിഞ്ഞു. മാമ്പഴം നിറഞ്ഞ ട്രക്കല്ലേ, മാമ്പഴം ചിതറി. ജനക്കൂട്ടമെത്തി മാമ്പഴം മുഴുവൻ പെറുക്കിക്കൊണ്ടുപോയി. അപകടത്തിൽപ്പെട്ടവരെ ആരും മൈൻഡ് ചെയ്തില്ല. ബീഹാറിൽ നിന്നുള്ള വാർത്ത. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളവും മറ്റ് പല സ്ഥലങ്ങളും തമ്മിൽ ഒത്തിരി
വ്യത്യാസമുണ്ട്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ, മാനിച്ചേ പറ്റുകയുള്ളൂ. ഒരാൾക്ക് അപകടം പറ്റിക്കഴിഞ്ഞാൽ ഓടിക്കൂടുന്ന ആളുകൾ അപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്ന കാഴ്ച, അത് കേരളത്തിലെ ഒരു പൊതു സ്വഭാവമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഷാജിയേട്ടൻ ആ വിധത്തിൽ ഒരു വലിയ മാതൃകയായി തീർന്നു. സ്വന്തം നഗ്നത അദ്ദേഹം കാര്യമാക്കിയില്ലെന്നാണ്. സ്ത്രീയുടെ നഗ്നത മറയ്ക്കണം, അപകടം പറ്റി, ഇനിയും ആ സഹോദരി അപമാനിക്കപ്പെടരുത് എന്ന ചിന്ത മാത്രമേ ഈ പറഞ്ഞ ഷാജിയേട്ടൻ്റെ മനസ്സിൽ എത്തിയുള്ളൂ. ഈ വാർത്ത കണ്ടിട്ട് എൻ്റെ സ്നേഹിതൻ എനിക്ക് ഇട്ടു തന്ന വീഡിയോടൊപ്പം താൻ എഴുതിയ കുറിപ്പ്, ക്രിസ്തുവും നമുക്ക് വേണ്ടി നഗ്നനായി ക്രൂശിൽ യാഗമായത് ഈ സമയം ഓർത്തുപോയെന്നാണ്. അപ്പോൾ കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ പാപം ഏറ്റെടുത്തുകൊണ്ട് നഗ്നനായി അപമാനിക്കപ്പെട്ട അനുഭവമാണ് ഷാജിയേട്ടൻ്റെ ഈ ത്യാഗം കണ്ടപ്പോൾ എൻ്റെ സുഹൃത്തിന് തോന്നിയത്. പക്ഷേ ഈ വാർത്ത കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയ ഒരു വചനം, ഒരു വേദപുസ്തക വചനം, യേശു കർത്താവ് മത്തായി സുവിശേഷത്തിൽ ഒക്കെ പറയുന്ന, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു എന്ന വചനമാണ്. ചോദ്യം എന്ന വചനമാണ്. ആ വാചകം കേട്ടവർ ചോദിച്ചു, ഞങ്ങൾ അവിടുത്തെ എപ്പോൾ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിച്ചു? യേശുവിൻ്റെ മറുപടി, ഈ ചെറിയവരിൽ ഒരുത്തനും നിങ്ങൾ ചെയ്തത് എനിക്ക് ചെയ്തതിന് തുല്യമാണ്. ആ വചനമാണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. നഗ്നനായി കണ്ട ഒരു വ്യക്തിയെ ഉടുപ്പിച്ചു കഴിഞ്ഞപ്പോൾ അത് എനിക്ക് ചെയ്തതാണ് എന്ന് പറയുന്ന, എൻ്റെ ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തിനു വേണ്ടി ചെയ്തത് എനിക്ക് ചെയ്തതാണ് എന്ന് പറയുന്ന ഒരു ദൈവത്തിൻ്റെ വചനം. ഇവിടെ നാം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന നന്മകൾക്ക് ദൈവം എത്രയധികം വിലമതിക്കുന്നു എന്നുള്ളതിന് തെളിവാണ്. ദാഹിക്കുന്നവന് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്താൽ അത് നിശ്ചയമായിട്ടും വലിയ പ്രതിഫലത്തിന് കാരണമായി തീരുമെന്ന് ആ വചനം നമ്മെ പഠിപ്പിക്കുന്നു. നഗ്നനെ ഉടുപ്പിക്കുക, വെള്ളമില്ലാത്തവന് വെള്ളം കൊടുക്കുക. ഈ ചെറിയവരിൽ ഒരുത്തന് യേശുവിന് വേണ്ടി നാം ചെയ്യുന്നത് പോലെ തന്നെ നാം അവന് വേണ്ടി ചെയ്യുക, അത് പ്രതിഫലത്തിന് കാരണമായി തീരും. ഇവിടെ ഈ സത്കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ വിശ്വാസ പശ്ചാത്തലം അല്ല, അതിലപ്പുറമായിട്ട് അവർ ചെയ്യുന്ന നല്ല പ്രവർത്തികൾക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ നല്ല പ്രതിഫലം കിട്ടും എന്നാണ് യേശു കർത്താവിന് പറയാനുള്ളത്. അതിൻ്റെ അർത്ഥം അവർ നിത്യതയിലെത്തുമെന്നൊന്നുമല്ല. സത്കർമ്മങ്ങൾ ഒരു മനുഷ്യനെ നിത്യതയിൽ എത്തിക്കത്തില്ല എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. പക്ഷേ നല്ല പ്രവൃത്തികൾ ആ വ്യക്തിയെ ഒരുപക്ഷെ നിത്യതയോടടുപ്പിക്കുന്ന ദൈവിക ഇടപെടലുകൾക്ക് പാത്രമാക്കി തീർക്കും. കൊർന്നല്യോസിൻ്റെ ജീവിതം അതിന് ഒരു ഉദാഹരണമാണ്. പ്രാർത്ഥനയും ദാനധർമ്മങ്ങളും സ്വർഗത്തിൽ എത്തി എന്നാണ് കൊർന്നല്യോസിൻ്റെ അടുക്കൽ വന്ന് ദൂതൻ പറയുന്നത്. പക്ഷെ കൊർന്നല്യോസ് സ്വർഗത്തിൽ എത്തുവാൻ യോഗ്യനായില്ല. അതിനുവേണ്ടി കൊർന്നല്യോസ് പത്രോസിനെ വിളിച്ച് വചനം കേൾക്കണം, ആ വചനപ്രകാരം യേശുവിനെ രക്ഷകനായി ഒക്കെ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ചാൽ തനിക്ക് മുമ്പേ തൻ്റെ ദാനധർമ്മങ്ങൾ സ്വർഗത്തിൽ എത്തിയിട്ടുണ്ട്, അതിൻ്റെ പ്രതിഫലം അവിടെ കിട്ടും. അത് പ്രാപിക്കാൻ കൊർന്നല്യോസിനും അവിടെ ചെല്ലുവാൻ കഴിയും. പലർക്കും ഈ സത്യം അറിയില്ല. അവർ ചിന്തിക്കുന്നത് കേവലം സത്കർമ്മങ്ങൾ കൊണ്ട് മോക്ഷം, നിത്യത പ്രാപിക്കാമെന്നാണ്. അങ്ങനെയല്ല കേട്ടോ. സത്കർമ്മങ്ങൾക്ക് പ്രതിഫലമുണ്ട്. ഇവിടെയും പ്രതിഫലം കിട്ടും, അവിടെയും പ്രതിഫലം കിട്ടും. പക്ഷെ അത് പ്രാപിക്കണമെങ്കിൽ ഇവിടെയുള്ള പ്രതിഫലം ഇവിടെ പ്രാപിക്കും. ഇപ്പോൾ ദേ ഈ ഷാജിയേട്ടൻ പ്രതിഫലം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? ജനത്തിൻ്റെ കയ്യടി, ജനത്തിൻ്റെ അനുമോദനങ്ങൾ, ജനത്തിൻ്റെ നല്ല വാക്കുകൾ പ്രതിഫലമായി അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇനിയും നല്ല അനുഗ്രഹങ്ങൾ നിശ്ചയമായിട്ടും ആ നല്ല മനുഷ്യന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ അതുകൊണ്ട് പോരല്ലോ, നിത്യതയിലും എത്തണമല്ലോ. നിത്യതയിൽ എത്തണമെങ്കിൽ
ദൈവം ഇങ്ങനെയുള്ള നല്ല മനസ്സുള്ള വ്യക്തികൾക്ക് വേണ്ടി ഈ കൊർന്നലിയോസിൻ്റെ വീട്ടിൽ ദൂതനെ അയച്ചതുപോലെ ഒരുപക്ഷെ അവനുള്ള അവസരങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇത്ര നല്ലൊരു മനുഷ്യൻ അവൻ ഈ ഭൂമിയിലെ പ്രതിഫലങ്ങൾ കൊണ്ട് തീരേണ്ടവനല്ലല്ലോ, സ്വർഗത്തിൽ എത്തേണ്ടവനാണല്ലോ എന്നും ഒരു ചിന്ത പങ്കുവെക്കുകയാണ്. സത്കർമ്മങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. വെള്ളമില്ലാത്തവന് വെള്ളം, ഭക്ഷണം, അവൻ്റെ നഗ്നത മറയ്ക്കണം. ഇതൊക്കെ ക്രിസ്തീയ വിശ്വാസികളുടെ ജീവിത ദൗത്യത്തിൻ്റെ ഭാഗമാണ്. കുറേ നാളുകൾക്ക് മുമ്പ് നമ്മളൊരു പാഠഭേദം ചെയ്തിരുന്നു. വഴിയുടെ അങ്ങേ തലയ്ക്കലിരിക്കുന്ന വ്യക്തിക്ക് ഒരു ചായ കൊണ്ടു കൊടുക്കുവാൻ ഒരു ദേവദാസിയോട് കർത്താവ് പറയുകയാണ്. ആ ദേവദാസി ഇങ്ങനെ പറയുന്നു, ആ ഇരിക്കുന്നത് യേശുവാണെങ്കിൽ യേശുവിന് കൊണ്ട് കൊടുക്കുന്നത് പോലെ ഞാൻ ഒരു ഗ്ലാസ് ചായ ഇട്ട് ആ മനുഷ്യന് കൊണ്ട് കൊടുക്കുന്നു. നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കഥയാണ്. ശരിക്കും കഷ്ടത അനുഭവിക്കുന്നവർ, ആവശ്യങ്ങൾ അതിൻ്റെ മുഖത്ത് നിൽക്കുന്നവർ, അവരിൽ യേശുവിനെ കണ്ട് യേശുവിന് എന്നവണ്ണം നാം ചില നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതെത്ര ഉദാത്തമാണ്, എത്ര പ്രതിഫലമുള്ളതാണ്. അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട 2 കാഴ്ചകളുണ്ട്. ഒരു കാഴ്ച കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു AI വീഡിയോയാണ്. യേശു കർത്താവ് ഒരു ചർച്ചിൻ്റെ വെളിയിൽ നിൽക്കുന്നു. ആ യേശു പെട്ടെന്ന് രൂപമൊക്കെ മാറിയിട്ട് ഒരു ദരിദ്രൻ്റെ രൂപത്തിൽ ആ ചർച്ചിലേക്ക് കയറി ചെല്ലുന്നു. വലിയ ആഠ്യത്വത്തോടുകൂടെ കോട്ടും ടൈയും സൂട്ടുമൊക്കെ ഇട്ട ആയിരക്കണക്കിന് ആളുകൾ ചർച്ചിലുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇത് ഏതോ പാശ്ചാത്യരുണ്ടാക്കിയ വീഡിയോയാണ്. കോട്ടും ടൈയും ഒക്കെ കിട്ടുന്നവരുടെ ഇടയിൽ യേശു ചർച്ചിൻ്റെ അകത്ത് ചെല്ലുന്നു. ചർച്ചെല്ലാം കഴിയുമ്പോൾ പാസ്റ്റർ അനൗൺസ് ചെയ്യുന്നു, നമ്മുടെ ചർച്ചിനെ സ്പോൺസർ ചെയ്യുന്ന സ്പോൺസേഴ്സിന് വേണ്ടി പ്രത്യേക ഒരു ഡിന്നർ ഇന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ ചർച്ചിൻ്റെ എലൈറ്റായിട്ടുള്ള അല്ലെങ്കിൽ പ്രീമിയം സ്പോൺസേഴ്സ് അവർക്ക് മാത്രമാണ് പ്രവേശനം. അങ്ങനെ വിഭവസമൃദ്ധമായ സദ്യ നടക്കുകയാണ്. ഒത്തിരി ധനാഢ്യന്മാർ, ചർച്ചിനെ ഒത്തിരി സപ്പോർട്ട് ചെയ്തവർ ആ സമൃദ്ധമാകുന്ന സദ്യയിൽ പോയി പങ്കെടുക്കുന്നു. വിശന്നു വലഞ്ഞ ഈ ദരിദ്രനാകുന്ന മനുഷ്യൻ, അവനും ആ വാതിൽപ്പാളി തള്ളിത്തുറന്ന് അകത്തേക്ക് കയറി ചെല്ലുന്നു. ആളുകളുടെ കണ്ണുകൾ അവനിൽ പതിക്കുന്നു. അല്പം ഈർഷ്യയോടെ നിന്റെ സ്ഥലം ഇതല്ല എന്ന് പറഞ്ഞ് അവസാനം ആളുകൾ അവനെ പുറത്തേക്ക് തള്ളിവിടുന്നു. സാധാരണ സഭാവിശ്വാസികൾക്ക് പോലും പ്രവേശനമില്ലാത്ത ഒരു എലൈറ്റ് സ്പോൺസേഴ്സിൻ്റെ പാർട്ടിയാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ നടക്കും കേട്ടോ. ഫണ്ട് റൈസിങ്ങിന് വേണ്ടി വലിയ ബിസിനസ്സുകാരെ, ധനാഢ്യരെയൊക്കെ വിളിച്ച് ഈ പാർട്ടി വെക്കും. പാർട്ടി എന്ന് പറയുമ്പോൾ പ്രെയർ പാർട്ടികളാണ്. ഉദ്ദേശം എന്താ? ഉദ്ദേശം ഡിന്നർ കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഇവരിൽ നിന്ന് കൂടുതൽ വരുമാനം, കൂടുതൽ നിക്ഷേപങ്ങൾ ആ സംഘടനയ്ക്ക് സ്വരൂപിക്കണം. പലപ്പോഴും അങ്ങനെയുള്ള ഇൻവിറ്റേഷൻസ് ഈ അടുത്ത സമയത്ത് ഇന്ത്യയിലും പലർക്കും കിട്ടാറുണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് മുംബൈ പട്ടണത്തിൽ അങ്ങനെ ഒരു സംഘടന ഞങ്ങളുടെ ചർച്ചിലെ ചിലരെ, എന്നെ ഉൾപ്പെടെ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. പാസ്റ്റർ വരണം കേട്ടോ, ഒരു ഡിന്നർ പാർട്ടിയാണ്, ഒരു പ്രെയർ ഡിന്നറാണ്. ഉദ്ദേശം എന്താ? ഉദ്ദേശം മറ്റൊന്നുമല്ല, ആ സംഘടനയുടെ ഫണ്ട് റൈസിങ് പ്രോഗ്രാമാണ്. യേശുവിനെ അവിടെ നിന്ന്, അല്ലെങ്കിൽ ആ ദരിദ്രനാകുന്ന മനുഷ്യനെ അവിടെ നിന്ന് പിടിച്ച് ഇറക്കി വിടുന്നു, തള്ളി ഇറക്കി വിടുന്നു. ഇനി മേലാൽ ഇവിടെ കയറരുത് എന്ന ഒരു ശകാരവും കൂട്ടത്തിൽ കൊടുക്കുന്നു. അവിടെയാണ് ആ വചനം പിന്നീട് നാം ഓർക്കേണ്ടത്. ഞാൻ വിശന്നവനായിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു, അല്ലെങ്കിൽ വെള്ളം തന്നു. ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്നവനായി കണ്ടു? ഈ എൻ്റെ ഏറ്റവും ചെറിയവരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തത് എനിക്ക് ചെയ്തതിന് തുല്യമാണ്. പക്ഷേ സഭകൾ പലപ്പോഴും ആ ദൗത്യം മറന്നു പോകുന്നു എന്നുള്ളതാണ് സത്യം. കണ്ട 2ാമത്തെ കാഴ്ച കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിലുള്ള ഒരു ദൈവദാസൻ്റെ ഈ പറഞ്ഞ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിക്കുന്ന ചില വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പരന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ
ആസാദിയുടെ ഒരു തനത് സ്വഭാവം അനുസരിച്ച് കഴിവതും പരാമർശിക്കുന്നവരുടെ പേരുകളോ വിവരങ്ങളോ അധികം പറയുന്ന കൂട്ടത്തിലല്ല. കാരണം നമ്മുടെ ലക്ഷ്യം ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു കാരണവശാലും തെറ്റായ ഒരു വാക്കുപോലും നാം പറയാൻ പാടില്ല, കാര്യങ്ങളുടെ നിജസ്ഥിതി പൂർണ്ണമായി നമുക്ക് അറിയാത്തതുകൊണ്ട്. ഈ വിവരം നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു 17 വയസ്സുകാരൻ ആ സ്ഥാപനത്തിൽ അവന് മോശമായ അനുഭവങ്ങൾ ഉണ്ടായെന്ന പേരിൽ അത് കേസും പുക്കാറുമൊക്കെയായി ചാനലുകൾ കൊണ്ടാടുകയാണ്. ക്രൈസ്തവ മാധ്യമങ്ങളും രണ്ട് വിധത്തിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ടാമത്തെ കാഴ്ച കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്ത ഇവിടെ പങ്കുവെക്കുകയാണ്. ശരിക്കും ഈ ചാരിറ്റി ചെയ്യുന്നതും വലിയ ഒരു ചലഞ്ചാണല്ലോ. നമ്മൾ ഒരുവന് ഭക്ഷണമില്ല എന്ന് കാണുമ്പോൾ, അവന് വീടില്ല എന്ന് കാണുമ്പോൾ, നമ്മുടെ വീട്ടിലേക്ക് അവനെ കൂട്ടുമ്പോൾ നാളെ ഒരുപക്ഷെ അത് നമുക്ക് ഒരു പ്രശ്നമായി മാറുമോ? എന്നെപ്പോലുള്ളവരൊക്കെ ഈ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓർഫനേജ് എങ്കിൽ അങ്ങനെ, കുട്ടികളെ പഠിപ്പിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നടത്താൻ ഭയപ്പെടുന്നതിൻ്റെ കാരണം ഇങ്ങനെ സ്ഥാപനങ്ങൾ നടത്തിയ എൻ്റെ പരിചയത്തിലുള്ള ചില ദേവദാസന്മാരുടെ അനുഭവങ്ങളാണ്. ബോംബെയിൽ തന്നെ 2 or 3 അനുഭവങ്ങൾ എനിക്ക് പറവാനുണ്ട്. എൻ്റെ ചുറ്റും കണ്ട അനുഭവങ്ങൾ. ചില നല്ല പാസ്റ്റേഴ്സ് അവർ കുട്ടികളെ എടുത്ത് പഠിപ്പിച്ചു. അവർക്ക് വേണ്ടി അനാഥശാലകളെന്ന് വിളിക്കാൻ കഴിയില്ല, അവർക്ക് വേണ്ടി ഹോംസ് ഉണ്ടാക്കി അതിനകത്ത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ സെപ്പറേറ്റ് സ്ഥലങ്ങളിലൊക്കെ താമസിച്ച് പഠിപ്പിച്ചു. എനിക്ക് പരിചയമുള്ള ഒരു തമിഴ് പാസ്റ്റർക്ക് പറ്റിയത്, ആ ഹോമിലുള്ള ചില കുട്ടികളെ ചില സുവിശേഷ വിരോധികൾ സ്വാധീനിച്ചിട്ട് ഈ ദൈവദാസനെതിരെ പരാതി കൊടുത്തു. ആ കുട്ടികളെ മാരകമായി ഉപദ്രവിക്കുന്നു, അതുകൊണ്ട് നിൽക്കാഞ്ഞ് പീഡന കഥ വരെ പറഞ്ഞു. എൻ്റെ അറിവിൽ ആ ദേവദാസൻ ഇപ്പോഴും ജയിലിലാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ആ ചർച്ച് ഇപ്പോൾ മുമ്പോട്ട് നടത്തുന്നത്. അങ്ങനെയുള്ള കുറഞ്ഞത് ഒരു 2-3 അനുഭവങ്ങൾ മുംബൈ പട്ടണത്തിലും പ്രാന്തപ്രദേശങ്ങളിലും നടന്നതായിട്ടറിയാം. ആ വാർത്തകളൊക്കെ കേട്ടതുകൊണ്ട് പലരും എന്നോട് വന്ന് ദൂത് പറഞ്ഞിട്ടുണ്ട്, അനാഥശാല തുടങ്ങും അല്ലെങ്കിൽ ഓർഫനേജ് തുടങ്ങുമെന്നൊക്കെ. അപ്പോഴൊക്കെ പറഞ്ഞു, വെറുതെ ഈ പുലിവാല് പിടിക്കേണ്ട കാര്യമുണ്ടോ? ഈ കാലത്ത് അങ്ങനെയുള്ള കേസുകൾ വരാൻ എളുപ്പമാണ്. ഇനി നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ ഈ സ്ഥാപനം നോക്കി നടത്താൻ ഏൽപ്പിച്ചവർ ആരെങ്കിലും എന്തെങ്കിലും വികൃതി കാണിച്ചാൽ നമ്മൾ പെട്ടുപോകുമല്ലോ എന്നൊരു ചിന്ത. ഇത് കേൾക്കുമ്പോൾ ആസാദിയുടെ പ്രേക്ഷകർ പറയും, പാസ്റ്ററെ നിങ്ങൾ പറഞ്ഞ 2 കാര്യം കോൺട്രാഡിക്റ്റ് ചെയ്യുകയാണല്ലോ. ആദ്യം നിങ്ങൾ പറഞ്ഞു ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കണം, പാർപ്പിടം കൊടുക്കണം, ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ദേ പറയുന്നു ഈ കാലത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപകടമാണ്, ഒരുപക്ഷെ തെറ്റായ ആരോപണങ്ങൾ കേൾക്കാൻ കാരണമായി തീരുന്നു പറയുന്നു. അപ്പം ഇതിലേതാ ശരി? ഞാൻ അതുകൊണ്ട് മനസ്സിലാക്കിയൊരു സൊല്യൂഷൻ പറയാം. നമ്മൾ വ്യക്തികളെ സഹായിക്കണം. ഈ പറഞ്ഞതുപോലെ നഗ്നനെ ഉടുപ്പിക്കണം, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുക്കണം. അതിന് നമ്മൾ ഇത്ര വലിയ പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പേരൊക്കെ ഇട്ട് ഒരു വലിയ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനകത്തൊക്കെ ഒത്തിരി നിയമപരമാകുന്ന നൂലാമാലകളുണ്ട്. ഇതുപോലുള്ള വിമർശനങ്ങൾ നാളെ ഉയർന്നു വന്നെന്നിരിക്കാം. പിന്നെ ഇത്ര വലിയ മഹാസംഭവമൊക്കെയാക്കി വലിയ ഒരു പബ്ലിസിറ്റിയൊക്കെ കൊടുത്ത് ചാരിറ്റി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഒരാൾക്ക് ഭക്ഷണമില്ലെന്ന് കണ്ടാൽ അവനെ സഹായിക്കുക, അവൻ്റെ വീട്ടിൽ ഭക്ഷണം എത്തിക്കുക. ഒരു കുട്ടിക്ക് പഠിക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ്, അവനെ സഹായിക്കുക. നമ്മുടെ ചർച്ചോ നമ്മളോ ഒക്കെ അവനെ പഠിപ്പിക്കാൻ എങ്ങനെ നമുക്ക് കഴിയും അങ്ങനെ അവനെ സഹായിക്കുക. അവൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് അവൻ്റെ മാതാപിതാക്കളുടെ സംരക്ഷണയിൽ അവൻ പഠിക്കുകയും വളരുകയും ഒക്കെ ചെയ്യട്ടെ. പിന്നെ അങ്ങനെ അവന് സ്പിരിച്വൽ സപ്പോർട്ട് വേണമെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക. നമ്മുടെ വീടിൻ്റെ അടുത്തല്ല അവൻ താമസിക്കുന്നതെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ചർച്ചുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ പലപ്പോഴും അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് വലിയ വലിയ സമ്മേളനങ്ങൾ വെച്ചിട്ട് ചാരിറ്റി നടത്തുന്ന അനുഭവങ്ങളുണ്ട്. ഞാൻ റാന്നി കോളേജിൽ പഠിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ച ഡോക്ടർ വർഗീസ് പടിയട സാറ് ഇടയ്ക്കൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു വലിയ ഇൻ്റർനാഷണൽ ക്ലബിൻ്റെ ഒരു ചാരിറ്റി പ്രോഗ്രാമിൻ്റെ ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചു.
അദ്ദേഹം ആ പ്രോഗ്രാമിൽ പോയി. ചാരിറ്റി സംഘടനയുടെ പേരൊന്നും പറയുന്നില്ല. ഒരു വലിയ ക്ലബ്ബാണ് ആ ക്ലബിൻ്റെ ചാരിറ്റി പ്രോഗ്രാം. അദ്ദേഹം അവിടെ ചെന്നു. ഈ പറഞ്ഞതുപോലെ വലിയ ബിസിനസ്സുകാരുടെയൊക്കെ ക്ലബ്ബാണ്. വലിയ ഡിന്നറും വലിയ ബഹളവും വലിയ ഈ പറഞ്ഞ ആർഭാടങ്ങളൊക്കെയുള്ള ഒരു പ്രോഗ്രാം. ഇനി ചാരിറ്റി എന്തുവാ? പ്രായമായ 10 അപ്പച്ചന്മാർക്ക് ഓരോ വാക്കിംഗ് സ്റ്റിക്ക് കൊടുക്കുന്ന ഒരു പ്രോഗ്രാം. ഇത് വർഗീസ് പടിയട സാറ് പറഞ്ഞ കഥയാണ് കേട്ടോ. സാറ് പറഞ്ഞു ഈ ഓരോ വാക്കിംഗ് സ്റ്റിക്ക് കൊടുക്കാൻ വേണ്ടി ചെലവാക്കിയത് ലക്ഷക്കണക്കിന് രൂപ. ഇവിടെ ചാരിറ്റിയാണോ പ്രധാനം, അതോ ചാരിറ്റിയുടെ പേരിൽ ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നെന്ന് കാട്ടിക്കൂട്ടുന്ന പബ്ലിസിറ്റിയാണോ വലുത്? ആ വാക്കിംഗ് സ്റ്റിക്ക് അവരുടെ വീട്ടിൽ അങ്ങ് എത്തിച്ചു കൊടുത്താൽ പോരെ? അതിൻ്റെ പേരിൽ വലിയ ഡിന്നർ പാർട്ടികളും അതിൻ്റെ പേരിൽ വലിയ ആർഭാടങ്ങളും ഒക്കെ ചെയ്ത് കുറേ പണം ദൂർത്തടിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇവിടെയാണ് യേശു പറഞ്ഞത്, ഈ പരീശന്മാർ ചെയ്യുന്ന ചാരിറ്റി, അവർ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് ചെണ്ട കൊട്ടി നാട്ടുകാരെ മുഴുവൻ അറിയിച്ചാണ് ചെയ്യുന്നത്. അല്ലാതെ ഇടം കൈ ചെയ്യുന്നത് വലം കൈ അറിയാതെ, വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയാതെ വിശന്നവനെ, ദാഹിച്ചവനെ, നഗ്നനെ ഉടുപ്പിക്കുവാനും ഊട്ടുവാനും ഒക്കെ കഴിയുന്നുണ്ടെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾക്ക് നമ്മൾ കൈയടിക്കണം, അതിന് പ്രോത്സാഹനം കൊടുക്കണം. ഷാജിയേട്ടൻ ചെയ്തതുപോലെയുള്ള അനുഭവങ്ങൾക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഈ പറഞ്ഞ പ്രഹസനങ്ങൾ കൊണ്ടൊന്നും വലിയ കഥയില്ല. അങ്ങനെ നാം ഇടം കൈ ചെയ്യുന്നത് വലം കൈ അറിയാതെ ചെയ്യുകയാണെങ്കിൽ നമ്മെ കാണുമ്പോൾ യേശു കർത്താവ് പറയും, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ വിശന്നവനായിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. അത് യേശുവിന് ചെയ്ത പ്രവൃത്തിയായി മാറും. ഇവിടെയും അവിടെയും പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. God bless you all. Have a wonderful day.